എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ട് പേരിലേക്കാണ്. അവർ എപ്പോൾ സംസാരിക്കുമെന്ന് അറിയാൻ നമ്മുടെ കുട്ടി ആരാധകരൊക്കെ കാത്തിരിക്കുകയാണ്. ടൊവിനോ തോമസിന്റെയും ആസിഫ് അലിയുടെയും ആരാധകരൊപ്പം ആ സ്വർണ്ണക്കപ്പ് ഉയർത്തുന്ന ആ മൊമെന്റ്, അതിനായുള്ള കാത്തിരിപ്പിലാണ് തൃശ്ശൂരിലെ ഗഡികൾ. കഴിഞ്ഞ തവണ സ്വർണ്ണക്കപ്പ് ഉയർത്തിയപ്പോൾ നടൻ മമ്മൂട്ടിക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇത്തവണ ഹോൾ ടീമിനെ നമ്മൾ സ്റ്റേജിലേക്ക് കേറ്റില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 8 വിദ്യാർത്ഥികൾ, 2 അധ്യാപകർ. ഏത് ജില്ലയാണെങ്കിലും 8 വിദ്യാർത്ഥികളും 2 അധ്യാപകരും ചേർന്നാണ് ഈ ട്രോഫി സർട്ടിഫിക്കറ്റ് വിറ്റ്നസ് ചെയ്തതാണ്. അവരുടെ പ്രിയപ്പെട്ട താരം, സൂപ്പർ താരമാണ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ അവരെല്ലാവരും കൂടെ ആ ഒരു ആവേശം, ഒരൊറ്റ ചിത്രമാണ് അത്, ഭാവിയിലേക്ക് അവർക്ക് എക്കാലവും സൂക്ഷിച്ചു വെക്കാനുള്ള ചിത്രം. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു തിക്കും തിരക്കുമായിരുന്നു അത്. അപ്പൊ പക്ഷേ ചില സെക്യൂരിറ്റി ഒക്കെ വച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയേക്കും എന്നുള്ളത് കൊണ്ട് ഇത്തവണ അത് കർശനമായി തന്നെ നിയന്ത്രിച്ചിരിക്കുന്നു. തൃശ്ശൂർ ജില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ല എന്ന് പറയുമ്പോൾ അത് ഒരൊറ്റ ടീമിന് അർഹതപ്പെട്ടതല്ലോ. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുണ്ട്, സിംഗിളായിട്ട് എത്ര കുട്ടികളുണ്ട്, ഒറ്റയ്ക്കായി വന്നവരുണ്ട്, ഗ്രൂപ്പായിട്ട് വന്നവരുണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടി സ്റ്റേജിലേക്ക് കയറുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വേദിയിലേക്ക് പോകാൻ തോന്നുന്നു അല്ലെ? പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുന്നു വേദിയിലേക്ക് സംസാരിക്കാൻ.